പറയാം എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങോട്ട് നോക്കിക്കോ. അതിന്റെ വെളിച്ചത്തിൽ എനിക്കൊരു മെമ്പർ ആവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായി മെമ്പറായിട്ട് ബ്ലോക്കിലേക്ക് ചെല്ലുന്ന സമയത്ത്, ഞാൻ വണ്ടിയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഉദിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ പൂക്കോട് തോട്. ആ തോടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വീതി വളരെ കുറഞ്ഞിട്ട് വാഹനങ്ങൾ വരുമ്പോൾ ഒരു സൈഡ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ ആശയമായിരുന്നു അവിടെ ഒരു വർക്ക്, എത്രയും ആദ്യത്തെ ഫസ്റ്റിലത്തെ ഒരു വർക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന്. അതും പ്രകാരം ഞാൻ അവിടെ ബ്ലോക്കുമായി അവിടെ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പൊ അതുപോലെ മെമ്പർമാരായിട്ട് സംസാരിച്ചു. അപ്പൊ അന്നിരുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ മേരി ദേവസ്കുട്ടിയായിരുന്നു. വൈസ് പ്രസിഡന്റ് നമ്മുടെ MO ജോർജ് ആയിരുന്നു. അതിനുശേഷമാണ് നമുക്ക് മാറി പുത്തുത്രേശ്യ തങ്കച്ചൻ പ്രസിഡന്റായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് വിജിക്കാവ്യം വന്നത്. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആശയം പറയുകയും ചെയ്തപ്പോൾ ഉടനടി തന്നെ എനിക്ക് ആ ഫണ്ട് അവിടെ അനുവദിച്ചു തന്നു. അതിന്റെ വെളിച്ചത്തില് ആ വാർഡ് നിന്നിരുന്നത് 16-ാം വാർഡിലും അന്ന് ഈ മെമ്പർ നമ്മുടെ ആൽബി മെമ്പർ 15-ാം വാർഡിലായിരുന്നു. അപ്പൊ 2 സൈഡിലേക്കുമായിരുന്നു ആ തോട് നിന്നിരുന്നത്. അപ്പൊ ആ തോടിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ 5 ലക്ഷം രൂപ വയ്ക്കുകയും തൊഴിലുറപ്പിൽ ഒരു 5 ലക്ഷം രൂപ വെച്ച് അങ്ങനെ 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ വർക്ക് അവിടെ നിന്നാണ് ആരംഭിച്ചത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ തോട് വീതി കൂട്ടാനും അവിടെ ആളുകളുമായിട്ട് കുറെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവര് വീതി കൂട്ടാനായിട്ട് എനിക്ക് സ്ഥലം വിട്ടു തരികയും ചെയ്തു. അതിന്റെ വെളിച്ചത്തില് ആ തോടിന് വീതി കൂട്ടി. നമുക്കിപ്പോ അറിയാം, ആ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, അത്യാവശ്യം വലിയ വീതി ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. പിന്നീട് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അംഗനവാടിയാണ്. ഈ വാർഡിന്റെ മെമ്പർ എന്നെ ഒരു ശിശുദിനം ആയിക്കോട്ടെ, ഒരു സ്വാതന്ത്ര്യ ദിനം ആയിക്കോട്ടെ, പ്രവേശനോത്സവമായിട്ട് എന്ത് പരിപാടിയും ഈ അംഗനവാടിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടീച്ചർമാരും അതുപോലെ തന്നെ ഈ മെമ്പറും. അപ്പൊ ഈ മെമ്പർ എന്നോട് പറഞ്ഞു, മെമ്പറെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സൗകര്യങ്ങൾ കുറവാണ്. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ വനിതകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ എത്തിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ആലോചിച്ചിട്ട് അവിടെ ചെന്ന് പ്രസിഡന്റ് മെമ്പർമാരും മറ്റേ ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഫണ്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ മേഖലയിലും ഫണ്ടുകൾ കണ്ടെത്തി. അങ്ങനെയാണ് ഈ വനിതാ വികസന കേന്ദ്രം ഇവിടെ പണിയാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. ആദ്യ ഘട്ടം ഞാൻ ഇതിനകത്ത് വെച്ചത് 9.5 ലക്ഷം രൂപയായിരുന്നു.
പിന്നെ അത് നമുക്ക് എല്ലാ ഡിവിഷൻ മെമ്പർമാർക്ക് ഫണ്ടുകൾ വീതം വെച്ച് വന്നപ്പോൾ തികയാതെ വന്നപ്പോൾ എനിക്കത് അന്നത്തെ വർഷം ആ കയറിയ വർഷം ഇത് സാധിക്കാതെ വന്നു. അപ്പൊ അതില് 3 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ടാണ് ഫണ്ട് ഉണ്ടായത്. അത് ഞാൻ നമ്മുടെ പഞ്ചായത്തിലേക്ക് തുക കൈമാറിക്കൊണ്ടും ഈ വാർഡിന്റെ മെമ്പർ 1 ലക്ഷം രൂപയും കൂടി വെച്ച് ഈ കെട്ടിടത്തിലെ കോണിയുടെയും ഷീറ്റ് മെയിനും പണിയാണ് നടന്നത്. ഇതൊരു കെട്ടിടമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വർഷം വീണ്ടും 5 ലക്ഷം രൂപയും കൂടി വെച്ച് അങ്ങനെ എന്റെ 8 ലക്ഷം രൂപയും ഈ മെമ്പറുടെ 1 ലക്ഷം രൂപയുടെ കൂടി അല്ല എന്റെ 8 ലക്ഷം രൂപയുടെ മെമ്പറുടെ 1 ലക്ഷം രൂപയുടെ കൂടി 9 ലക്ഷം രൂപ വെച്ചാണ് ഈ അംഗനവാടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള 98 അംഗനവാടി അതും ഈ മെമ്പറുടെ വാർഡിൽ തന്നെയായിരുന്നു. അപ്പൊ അവിടേക്കും വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ 8 ലക്ഷം രൂപ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ള നമ്മള് ഇപ്പൊ വാർഡുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ആദ്യം ഞാൻ 13-ാം വാർഡിലും മെമ്പർ 15-ാം വാർഡിലായിരുന്നു. ഇപ്പൊ വാർഡുകൾ തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഞാൻ 18-ാം വാർഡിലും മെമ്പർ 16-ാം വാർഡിലേക്കുമായിട്ട് മാറി. ഇപ്പൊ ആ ഫണ്ട് ശരിക്കും പറഞ്ഞാണ് വെച്ചേക്കുന്നത് 16-ാം വാർഡിലാണ്. ഇപ്പോഴത്തെ നിലവാരത്തിൽ അവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറെ അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ഈ വനിതാ വികസന കേന്ദ്രത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ വനിതകളെ ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ടി മാത്രമാണ് ഈ ഫണ്ട് വെച്ചത്. അപ്പൊ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു സുംബ ഡാൻസോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യോഗ നടത്താം. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകൾ നടത്താം. നമുക്ക് ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിവിടെ ഒന്ന് പാക്ക് ചെയ്യാം. അപ്പൊ വനിതകൾക്ക് ഗ്രൂപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ കെട്ടിടത്തിൽ വന്നൊന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ അംഗനവാടിക്ക് സ്ഥലം സൗകര്യം വളരെ കുറവാണ്. നിങ്ങൾ എല്ലാവരും നോക്കി അറിയാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി ഈ റൂം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ 5 വർഷക്കാലത്തിനളവ് നമുക്കിനി ഒരു അവസരം ഇല്ല. എന്റെ സമയം കാലാവധി തീരാറായിക്കൊണ്ടിരിക്കുന്ന ഈ കട്ടി ഒരാഴ്ചയും കൂടി ഉണ്ടാവുകയുള്ളൂ ഇരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 2 ആഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവസരമില്ല. പിന്നെ ഈ 5 വർഷക്കാലം നമുക്കറിയാം ഒരു മഹാദുരന്തം നമ്മളെ നേരിട്ടായിരുന്നു കോവിഡ് കാലം. ആ കോവിഡ് കാലത്തും ഞാൻ എന്റെ ഈ ജനങ്ങളുടെ ഒപ്പം നല്ല വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം കോവിഡ് സമയത്ത് ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ വാക്സിൻ അത് വലിയൊരു പ്രശ്നമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഓരോരുത്തർക്കും വാക്സിൻ കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ പല വാർഡിലുകളും ഞാൻ മുട്ടി. ഓരോ വാർഡിലും 10-25 വാക്സിൻ വെച്ചാൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ജനങ്ങള് നമ്മുടെ ഓരോ വാർഡിലും. അപ്പൊ എങ്ങനെ ഇവർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റും? എന്നെ പലരും വിളിച്ചു. ഞാൻ പാലിശ്ശേരി ചെന്നു. അവിടെ ചെന്നപ്പോ ആ കൂടി 2 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ വേറെ എവിടെ ചെല്ലാൻ പറ്റും. അങ്ങനെയാണ് അങ്കമാലി ചെന്നു. അങ്കമാലി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഞാൻ ആളുകൾക്ക് വാക്സിൻ മേടിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കാതെ ഇപ്പൊ വീണ്ടും കാലടിയിലേക്ക് പോയി. കാലടിയിൽ ഞാൻ ഓരോരുത്തർക്കും 10-20 പേർക്ക് വെച്ച് ഞാൻ വാക്സിൻ മേടിച്ചു കൊടുത്തത്. അത് മേടിച്ചു കൊടുക്കുക മാത്രമല്ല അവരുടെ ഒപ്പം നിന്ന് അവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഈ ആശുപത്രികളിലൊക്കെ എന്റെ സേവനം ചെയ്തത്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് എനിക്ക് ആളുകളിലേക്ക് പച്ചക്കറി അതുപോലെ പലചരക്ക് സാധനങ്ങള് എനിക്ക് 8 വാർഡുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വാർഡല്ല 8 വാർഡിലേക്കും അവിടെയുള്ള ആളുകളിലേക്ക് സഹായം എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർഡ് ഇപ്പൊ 18-ാം വാർഡായിട്ട് നിൽക്കുന്ന ഈ വാർഡില് കുടിവെള്ള പദ്ധതിക്കായിട്ട് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതിന്റെ TS ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി എന്റെ കാര്യങ്ങള് ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ആളുകൾക്ക് കുടിവെള്ളം വീടുകളിൽ എത്തിക്കുള്ള കിട്ടുന്നതിനാണ് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉൾത്തിരിഞ്ഞപ്പോഴാണ് അവിടേക്ക് ഈ 5 ലക്ഷം രൂപ വെച്ചത്. അപ്പൊ അത് ടാങ്ക് നമ്മൾ പൊക്കി വെച്ചാലാണ് അവിടെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പൊ ടാങ്ക് ഇരിക്കുന്നത് ഇച്ചിരി താഴ്ചയിലും വീടുകൾ നിൽക്കുന്നത് പൊക്കത്തിലുമാണ്. അപ്പൊ ഈ ടാങ്കിന്റെ ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഈ കണക്ഷൻ കുറച്ച വീടുകളിലേക്കൊക്കെ വെള്ളം ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ആ ഫണ്ട് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ 8 വാർഡിലും ഞാൻ ഒരാളെയും ഒരു മെമ്പറെയും മാറ്റി നിർത്താതെ എല്ലാ വാർഡുകളിലേക്കും ഫണ്ടുകൾ എന്നെ കൊണ്ട് എത്തിക്കാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്റെ കഴിവല്ല, എന്റെ ഒപ്പം നിന്ന ആളുകളും അതുപോലെ ആ വാർഡിന്റെ മെമ്പർമാരുടെ സഹകരണത്തോടു കൂടിയാണ് എനിക്ക് അവിടെ വയ്ക്കാൻ സാധിച്ചത്. 100% ആത്മാർത്ഥതയോടുകൂടി എന്റെ ഒപ്പം ആളുകൾ നിന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ തിരിച്ചും അവരോടും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ മെമ്പർമാരെ നമ്മൾ ഈ ഫണ്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോ മെമ്പർമാരുടെയും എന്താ പറയാ പിന്തുണ എനിക്ക് വേണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ
ആരും എന്നോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായാലും ഇപ്പോഴത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായാലും നോ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ മെമ്പർക്ക് അത് തന്നിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ പണ്ട് ഈ ഇരിക്കുന്ന മെമ്പർമാരിൽ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് ഈ കറൂറ്റി പഞ്ചായത്തിൽ എന്റെ ഡിവിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹരിതകർമ്മസേന, നമുക്കറിയാം ഹരിതകർമ്മസേന എല്ലാ വാർഡുകളിലും വന്ന് മാലിന്യം അടപ്പെട്ട് ഇരിക്കുകയാണ്. അതുപോലെ നന്ദി പറയുകയാണ്. ഇനി എന്നിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ വാർഡിന്റെ മെമ്പർ ആൽബി വർഗീസിനെ നമുക്കറിയാം. ഈ മെമ്പർ ഈ വാർഡിൽ നിന്ന് പിന്നെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് മെമ്പർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ബ്ലോക്ക് മെമ്പർമാരിൽ അല്ലെങ്കിൽ ഫണ്ടൊക്കെ ഫണ്ടുകൾ ഞങ്ങൾക്ക് ഏതെങ്കിലും വാർഡ് വെക്കണമെങ്കിൽ ആ വാർഡ് മെമ്പറുടെ പിന്തുണയില്ലാതെ നമുക്ക് സാധിക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം സഹകരിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി എന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ചേച്ചിയെ പോലെ തന്നെ കരുതലോടെ നിർത്തിയ ആൽബി വർഗീസിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കുത്തിക്രസ് തങ്കച്ചൻ പ്രസിഡന്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മെമ്പർമാർക്കും ഒരു ചേച്ചിയാണ്. ഞങ്ങൾക്ക് എന്ത് കാര്യം മെമ്പറുടെ അടുത്ത് തുറന്നു പറയാം. നമ്മുടെ പേഴ്സണൽ കാര്യമായാലും ബ്ലോക്ക് സംബന്ധിച്ച കാര്യമായാലും നമുക്കൊരു ഫണ്ടിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് ഒരു ചേച്ചിയെ പോലെ തന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ഫണ്ടും ഞങ്ങൾക്ക് എല്ലാ മെമ്പർമാർക്കും കൊടുക്കണമെന്ന് തന്നെയാണ് ആളുടെ ആഗ്രഹം. അപ്പൊ ആളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് ഫണ്ട് അനുവദിക്കുകയും എന്നോട് സഹകരിച്ചു നിൽക്കുന്ന പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, നമുക്കറിയാം ആള് ഒപ്പം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആളൊരു പാവമാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ആളൊരു വലിയ ആളാണെന്ന് തോന്നും. പക്ഷെ ഒരു വളരെ ശുദ്ധ മനസ്ഥിതിയുള്ള വൈസ് പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പ്രോജക്റ്റ് വെക്കാനേ പറ്റുള്ളൂ. ഫണ്ട് ഇരിക്കുന്ന ആളുടെ കൈകാര്യം ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആളാണ്. അപ്പൊ ഈ ഫണ്ട് വെച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ മേഖലയിലേക്ക് ഈ ഫണ്ട് വിതരണം ചെയ്യണമെന്ന് അതിന്റെ കൂടിയാലോചന പ്രസിഡന്റിന്റെ ഒപ്പം നടത്തേണ്ടത് വൈസ് പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങളെ ഇതേപോലെ തന്നെ പ്രസിഡന്റിനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ മെമ്പർമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്. നമുക്കറിയാം അവിടെ എന്ന് പറയുന്നത് ഇടതുപക്ഷ മെമ്പർമാരും ഉണ്ട്, നമ്മുടെ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന മെമ്പർമാരും. പക്ഷെ സീനിയർ മെമ്പർ, അതേപോലെ സീനിയർ മെമ്പറൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് ആൾ സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് എന്താണ് ഒരു പ്രശ്നം ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഓരോ മെമ്പർമാരിൽ നിന്നുകൊണ്ടാണ് ഓരോ വാർഡുകളിലേക്കും ഫണ്ടുകൾ വീതം ചെയ്യുക. അപ്പൊ ഈ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളോട് സഹകരിക്കുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ വിജു കാങ്ങാനെ ഏറ്റവും സ്നേഹത്തോടെ അതുപോലെ തന്നെ ഞങ്ങളുടെ CDM മെമ്പർ, ആളെ കാണുമ്പോൾ ഒരു ഇന്ദിരാഗാന്ധിയുടെ കട്ടൊക്കെ ആളെ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ആദ്യം കണ്ടിരുന്നത്. അപ്പൊ മെമ്പർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ആള് മെമ്പർ ഒപ്റ്റോമെട്രിയാണ് പഠിച്ചിരിക്കുന്നത്, നല്ല ആർട്ടിഫിഷ്യലായിട്ടൊക്കെ വെക്കാനായിട്ട്. അപ്പൊ അത് അവിടേക്ക് പോകുമ്പോൾ ഒത്തിരി തിരക്കുകളുണ്ട്. എന്നാലും ആളിലെ ഏറ്റിരിക്കുന്ന ആ ഉത്തരവാദിത്വം എന്താണെന്ന് ആൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഓരോ മീറ്റിങ്ങുകളിൽ വരാനും അതുപോലെ തന്നെ ഫണ്ടുകള് ഞങ്ങൾക്കും ചില കാര്യങ്ങൾ ആ മെമ്പറിൽ നിന്ന് എങ്ങനെയൊക്കെ ഫണ്ടുകൾ കൊണ്ടാലും അതും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒത്തിരി അറിവുകളുള്ള മെമ്പറാണ് ആ മെമ്പർ. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ മെമ്പറിനെ ഏറ്റവും സ്നേഹത്തോടെ പിന്നെ ഇവിടെ സ്വാഗതം പറയാന്ന് പറയുന്നത് നമ്മുടെ ബാബുചേട്ടൻ ജോസേട്ടൻ കമ്മിറ്റി അംഗങ്ങള്, ഷാജു മാളിയത്തിന് മാസിഞ്ചേട്ടൻ, പിന്നെ മാധ്യമ പ്രവർത്തകര് പടും വെനിച്ചേട്ടൻ, ജോർജേട്ടൻ, ജോസേട്ടൻ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മച്ചിമാരെ എല്ലാവരെയും, സഹോദരങ്ങള്, എന്റെ നാട്ടുകാരെ എല്ലാവരെയും, അതുപോലെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ഒറ്റ വാക്കിന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മറ്റുള്ള പ്രിയപ്പെട്ടവർ പേരും നാട്ടിലേക്ക് പറയുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നതാണ്. എല്ലാവർക്കും പേരൊക്കെ ഷിജിയോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ 15 വാർഡിനെ സംബന്ധിച്ചിടത്തോളം 2 അംഗൻവാടികളും ഉണ്ടായിരുന്നു, 97 98. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 കണ്ടുമാറിയ 2 അംഗൻവാടി. അവിടെ ഒന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം, ഇവിടെ ഒന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം. അപ്പൊ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്വം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ആ 2 കണ്ണുകൾ ഒരേപോലെ സംരക്ഷിക്കാൻ
അപ്പോൾ ഷിജു മെമ്പർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ഇതിനകത്ത് പറയാനുള്ളത്. ഈ വാർഡിൽ ഇവിടെ പങ്കുവെച്ചു പോകുന്ന സമയത്തായാലും അതിപ്പോ എന്റെ വാർഡായിട്ട് മാറി, ഇത് വേറെ വാർഡിലേക്ക് വന്നു, ആ വാർഡിലേക്ക് പങ്കുവെച്ചു. ഷിജു മെമ്പറെ പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഷിജു മെമ്പർ പറഞ്ഞൊരു കാര്യം നമ്മുടെ അവിടുത്തെ റോഡിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട അത് അവിടുത്തെ 3 വാർഡ് മെമ്പർമാരും അതേപോലെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പങ്കുവെക്കുന്നത് നമുക്ക് അവിടെ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് സാധിച്ചു. ഇത് തുടർച്ചയിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ അംഗൻവാടിയായിട്ടായാലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല അംഗൻവാടികളും ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് അതിന് കൃത്യമായ സ്ഥലമൊന്നും ഉണ്ടാവില്ല. നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി സ്ഥലം കിട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അംഗൻവാടി കെട്ടിടം പണിയുന്നതിനുള്ളത് പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത്. ഈ അംഗൻവാടി പ്രത്യേകിച്ച് മണിയൻകുഴി അംഗൻവാടിയുടെ പ്രത്യേകത വളരെ സഹകരണത്തോടുകൂടി നാട്ടുകാരുടെ ശ്രമഫലമായി അതിനകത്ത് ഉൾപ്പെട്ട ഞാൻ ഒരാളുടെ പേര് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് നിരവധി പേരുടെ പ്രയത്ന ഫലമായിട്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള പ്രയത്നങ്ങളുണ്ട്. ആ ഫലമായിട്ട് കഴിഞ്ഞ നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് ഒരു നമുക്ക് അംഗൻവാടിക്ക് സ്ഥലം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു. അവിടെ എല്ലാവരുടെയും നാട്ടുകാരുടെ സഹകരണം അന്നത്തെ പോലെ ഇന്നും വളരെ നന്നായിട്ടുണ്ടായിട്ട് ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ, ടീച്ചർ, നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇപ്പൊ നമുക്കൊരു വനിതാ വികസന കേന്ദ്രം ഇവിടെ കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പൊ ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിച്ചു പോകാനുള്ള ഒരു കാര്യം ഇപ്പൊ ഷിജു മെമ്പർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളൊരു ഷിജു മെമ്പറുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ തോന്നും. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തനം ഒരു സ്ഥലത്തും വിടവാങ്ങുന്ന ഒരു കാര്യമില്ല. അവരത് ആ പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിലപ്പോൾ ഇത് ബ്ലോക്ക് മെമ്പറായിട്ടായിരിക്കും, നാളെ വേറെ രീതിയിലായിരിക്കും, വേറെ സ്ഥാനത്തായിരിക്കും ഒക്കെ തുടരും. അപ്പൊ ആ തുടർച്ച എന്തായാലും ഷിജു മെമ്പർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു എനിക്ക് തോന്നുന്നു ഇത്രയും കുറച്ച് ആളുകൾ കൂടി നമ്മൾ പല യോഗങ്ങളിലും സംസാരിക്കാറുണ്ട് എന്നാലും ഇത്രയും ആളുകൾ ഉണ്ടാവാറില്ല. എന്നാലും തൊട്ടവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഈ വാർഡിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് എന്റെ നന്ദിയും അഭിനന്ദനവും വളരെ കൃത്യമായിട്ട് അറിയിക്കുകയാണ്. അതിന് ഷിജു മെമ്പറെ സഹായിച്ച മറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ്, മെമ്പർമാരുണ്ട്, ഒക്കെ ഉണ്ട്. ആ ഒരു അഭിനന്ദനം അവർക്കും കൂടി അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ട ആള് ഞാനല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത വാർത്തകളുണ്ട്. പൊളിച്ചാട്ടം വന്നിട്ടുണ്ട്. പൊളിച്ചാട്ടം അപ്പൊ പ്രത്യേകം സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ഒരു പ്രദേശത്തിന്റെ വൈസ് പ്രസിഡന്റും ആണ് അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ അഭാവത്തിൽ ആണ് ഞാൻ അധ്യക്ഷനാകേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഷൈജു ആയാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെറിയ അസൗകര്യമുള്ളതൊന്നും വരാൻ കഴിയില്ല, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് താലൂക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് വരില്ല എന്ന് അറിയിച്ചിരുന്നത്. തീർച്ചയായിട്ടും നമ്മളോട് ഈ കാലഘട്ടത്തിലൊക്കെ സഹകരിച്ച ഇതൊരു 18ാം വാർഡായിട്ട് മാറാണ്. നമ്മുടെ വാർഡിൽ ഇത് മാറിപ്പോവാണ്. അപ്പൊ ഇതൊരു 18ാം വാർഡാണ്. എന്തായാലും ആ വാർഡ് നിലയ്ക്ക് 15ാം വാർഡിന്റെ ഭാഗമായിട്ടുള്ള 18ാം വാർഡിന്റെ പ്രദേശത്ത് എന്നെ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി തുടർന്നങ്ങോട്ടും വാർഡ് 18 എന്നുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ പ്രദേശത്തെ ആൾ തന്നെ നിലയ്ക്ക് നമ്മളൊരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൂട്ടായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ബ്ലോക്ക് പ്രസിഡന്റിനോടും ബ്ലോക്ക് മെമ്പറോടും ഒരു നന്ദി പറയാനുള്ളത് 98ാം നമ്പർ അംഗൻവാടി ഇപ്പൊ എൻ്റെ വാർഡായിട്ട് വരുന്ന 16ാം വാർഡായിട്ട് വരുന്ന അംഗൻവാടിയിലേക്ക് വച്ചിരിക്കുന്ന 8 ലക്ഷം രൂപ അനുവദിച്ചതിന് വളരെ നന്ദി. എൻ്റെ ഇപ്പോഴത്തെ പുതിയ വാർഡിന് വേണ്ടി കൂടി ഞാൻ പറയാണ്. അവിടുത്തെ മെമ്പർ ആരാകുമെന്നുള്ളതല്ല, എന്തായാലും പ്രവൃത്തി പരമാവധി ഞങ്ങൾ ഈ സമയത്ത് തന്നെ തീർക്കാൻ പറ്റുന്ന നോക്കും. സംഗതി എങ്കിലും വെച്ചാൽ ഞങ്ങൾ തീർക്കാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ എന്തായാലും അവിടെ ഞങ്ങൾക്ക് വളരെ നല്ല കാരണം ഏറ്റവും ആദ്യം പോലെ ആവശ്യപ്പെട്ടിരുന്നത് അവിടെയാണ്. ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്, എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് അവിടെയാണ്. തീർച്ചയായിട്ടും എനിക്കും ഒരു ഹോം വാർഡ് നിലയ്ക്ക് ഒരു ചെറിയ ഒരു താല്പര്യാനത്തേക്ക് ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ ഹോം വാർഡ് നിലയ്ക്ക്. എന്തായാലും അതിലും അനുവദിച്ചതിനുള്ള നന്ദി കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീ കുജു കാവുന്ന, ഈ വാർഡിന്റെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഷിജി ജോയി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുറവൂർ ഡിവിഷൻ മെമ്പറായ ശ്രീമതി സീലിയ വിന്നി, പിന്നെ കമ്മ്യൂണിറ്റി പഞ്ചായത്തിന്റെ മെമ്പർ റോയി വർഗീസ്, പിന്നെ വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ,
എനിക്ക് എല്ലാവരുടെയും പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് ഒരാളുടെ പറയും അവരുടെ മാത്രം പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ടാണ് എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കിങ്ങനെ 8 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വനിതാ വികസന കേന്ദ്രം അംഗൻവാടിയുടെ കീഴിൽ പണിയാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനവുമുണ്ട്. കാരണം നല്ല രീതിയിൽ ഇതിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാനായിട്ട് കഴിയും. ഷിജി മെമ്പർ പറഞ്ഞു അതിന്റെ കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഒരുപാട് സമയവും അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തിരക്കും കൂടിയുള്ള സമയമാണ് ഇപ്പോൾ എനിക്കറിയാം. എന്തായാലും അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു വനിതാ വികസന കേന്ദ്രം നമുക്കിവിടെ പണി കഴിപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ വനിതാ വികസന കേന്ദ്രം ഇവിടെ പണി കഴിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഇവിടെ അതിനുള്ള പ്രവർത്തനം കൂടി നടത്താൻ. കാരണം അല്ലെങ്കിൽ ഓഡിറ്റ് അപ്രശ്നം വരുന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. എന്തെങ്കിലും സ്വയം തൊഴില് ഇവിടെ നമ്മൾ നടപ്പാക്കണം. തയ്യൽ കേന്ദ്രവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂണിറ്റ് ഇവിടെ ആരംഭിക്കണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ച് നമുക്കൊരു തൊഴിൽ കണ്ടെത്തണം. അല്ലെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരും, ഒരു പ്രശ്നങ്ങളാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിനുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷിജി മെമ്പർ അടുത്ത വാർഡിലേക്ക് നമ്മൾ 5 ലക്ഷം രൂപയാണ് ആദ്യം 9 ലക്ഷമൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് ഫണ്ട് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് 5 ലക്ഷമാണ് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പ്രാവശ്യത്തെ ടെൻഡർ കഴിയുമ്പോൾ ടെൻഡർ ബാലൻസ് വന്നു നമുക്ക്. അങ്ങനെ അതിൽ നിന്നുള്ള ഒരു 2,93,000 രൂപയുടെ കൂടി എല്ലാവരുടെയും കൂടി ഉള്ള ഫണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഫണ്ടുകളും കൂടി ഷിജി മെമ്പറിനെ കൊടുത്തു. കാരണം എന്നാലാണ് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആ ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7,93,000 രൂപ നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത അംഗൻവാടിക്ക്, 98ാം അംഗൻവാടിക്ക്. എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉള്ള ഫണ്ടുകളൊക്കെ കറുത്തി പഞ്ചായത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കാനായിട്ട് ഷിജി മെമ്പർ കഴിഞ്ഞിട്ടുണ്ട്. ഫണ്ടിന്റെ കാര്യമൊക്കെ വരുമ്പോൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ടീച്ചറിന്റെ എനിക്ക് വേണോട്ടോ എന്ന് പറയും എപ്പോഴും. അപ്പൊ ഉള്ളതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളതിന് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ മെമ്പർമാർക്കും വേണം, 13 മെമ്പർമാരുണ്ട്, എല്ലാവർക്കും കൊടുക്കും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഷിജിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷിജി എല്ലാം നല്ല രീതിയിലെല്ലാം വിനിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഷിജിക്ക് അർപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ആരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു നല്ല മനസ്സ് കാണിച്ച ആ ചേട്ടൻ ആരാന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ചേട്ടൻ ഈ അവസരത്തിൽ ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് ബെന്നി ചേട്ടനെയും അതോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ബാക്കി 16 പേരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ കഥകളായിട്ട് അവരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ബാബു മണിയൻകുഴിയും അതുപോലെ ആരൊക്കെ പ്രവർത്തിച്ചു അവരെല്ലാവരും ഈ അവസരത്തിൽ നന്ദിയോടെ കാണുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത്രയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണെന്നാലും അതൊക്കെ കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും കൂടി സഹകരിച്ചാൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തിനായാലും ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ പ്രിയപ്പെട്ട പരേതനായ ധനകാര്യമന്ത്രി ശ്രീ KM മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചപ്പോന്ന് അറിയില്ല, അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകൾക്കും ഓരോ പദ്ധതികൾക്കും വേണ്ടി ഇത്ര തുക അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞു വരും. അവസാനം കോട്ടയം ജില്ലയ്ക്ക് തുക അനുവദിക്കും. അപ്പോൾ 2 ചുമ ചുമക്കും, പിന്നെ ഒന്നും പറയില്ല എന്നതുപോലെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് ഷിജി മെമ്പർ. കാരണം കറുവറ്റയുടെ ഡിവിഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ തുക എന്ന് പറയുകയും, പക്ഷേ ഏറ്റവും കൂടുതൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ വളരെ കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ തുക വിവിധ പദ്ധതികൾക്ക് വേണ്ടി കൊണ്ടുവരികയും ആ തുകകളെല്ലാം കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിജി മെമ്പർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായാലും ഞാനായിരുന്നാലും മറ്റ് അംഗങ്ങളായാലും എല്ലാവരുമായിട്ട് സഹകരിച്ച് ആ ഒരു വികസന പ്രവർത്തനത്തിന്റെ പ്രാധാന്യം, ജനങ്ങളുടെ ആവശ്യം ഇതെല്ലാം കൃത്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും അതിന് തുക അനുവദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഷിജി ജോയിയെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നില്ല. വനിതാ വികസന കേന്ദ്രം വാർഡ് 15 കറുകുറ്റി ഗ്രാമപഞ്ചായത്ത്. വേണ്ട